അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങൾ ഈ സമയത്ത് വായിക്കാം. ബുക്ക് ഓഫ് ഐശയ്യ ചാപ്റ്റർ 40 വേഴ്സ് ഫ്രം 26 to 31. അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ അവർ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. He gives power to the faint, and to him who has no might he increases strength. Even youth shall faint and be weary, and young men shall fall exhausted. But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനത്തിലെ 40-ാമത്തെ അധ്യായം ഇതിൽ നിന്നുകൊണ്ട് ചില ആഴ്ചകൾക്ക് മുൻപ് മറ്റൊരു ഡയമെൻഷനിൽ ഈ വചനം നമുക്ക് ധ്യാനിപ്പാനും ചിന്തിപ്പാനും തക്കവണ്ണം ഇടയായി തീർന്നു. ഈ 40-ാമത്തെ അധ്യായം വളരെ ആഴത്തിലുള്ളതായ ആത്മിക പാഠങ്ങൾ, ആഴത്തിൽ ദൈവപൈതലിനെ പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവിക ശബ്ദം നമുക്ക് ആ പ്രവചന പുസ്തകത്തിൽ പ്രത്യേകിച്ച് 40-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ഇവിടെ ഒന്നാമതായിട്ട് നോക്കണം, God's power is unfailing even when our power fails. നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും നമ്മുടെ ബുദ്ധിയും ഒരു ഫെയിലുവറായി മാറുമ്പോൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, ഗോഡ്സ് പവർ ഈസ് അൺഫെയിലിംഗ് പവർ. ദൈവത്തിൻ്റെ ശക്തി, അതിൻ്റെ ശക്തി മാഹാത്മ്യം കുറയുന്നില്ല, അതിൻ്റെ പവർ ഡിക്രീസ് ആകുന്നില്ല. പിന്നെയോ അത് സ്റ്റിൽ ഏത് പൊസിഷനിലാണോ ആ പവർ കുറയാതെ നിൽക്കുന്നു. ഹിസ് പവർ ഈസ് ഇൻഎക്സോസ്റ്റബിൾ പവർ. ഹല്ലേലൂയ. അത് തീർന്നു പോകുന്നില്ല. അത് അക്കോർഡിംഗ് ടു ദ കൺസംഷൻ ദാറ്റ് പവർ വിൽ നോട്ട് ഡിക്രീസ്. അത് എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ശക്തി സ്റ്റോർ ഹൗസിൽ കുറഞ്ഞു പോകുന്നില്ല. ഗ്ലോറി ബി ടു ഗോഡ്. ഇന്ന് ഞങ്ങളുടെ വാഹനം രാത്രി മുഴുവൻ ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഏതാണ്ട് 296 കിടന്നത് ഇവിടെ എത്തിയപ്പോൾ 260 കിടക്കുന്നു. എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ പവർ കുറഞ്ഞു പോകുന്നത്.
വളരെ കൃത്യമായി സ്റ്റോർ ചെയ്ത് പറ്റിരിക്കുന്ന പവർ, അതിൻ്റെ കൺസംഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? പവർ കുറഞ്ഞു പോകുന്നു. അത് തീരെ ഇല്ലാതാകുമ്പോൾ ആ വാഹനം മുൻപോട്ട് ഓടിക്കാൻ ഏത് വിദഗ്ധനായ ഡ്രൈവർക്ക് പോലും കഴിയുകയില്ല. സോ ഹിയർ വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ്സ് അൺഫെയിലിംഗ് പവർ. ദൈവികമായ ഒരു ആത്മിക യാത്ര, ഒരു തീർത്ഥാടന യാത്ര പോലെ ഈ ഭൂമിയിൽ നയിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, തളരാത്തതും തീർന്നു പോകാത്തതും കുറഞ്ഞു പോകാത്തതുമായ ദൈവശക്തി, ഗ്ലോറി ബി ടു ഗോഡ്, അതിനെ അറിഞ്ഞും അനുഭവിച്ചും ദൈവമക്കൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യൂഷ്വലി ഹ്യൂമൻ സ്ട്രെങ്ത് വിൽ ഫെയിൽ. അത് ഫെയ്ഡായി പോകുന്നതാണ്. എന്നാൽ ഗോഡ്സ് പവർ ഈസ് എറ്റേണൽ. ഇന്ന് പകൽക്കാലം നാം ഒരു വചനപ്രസംഗമോ ഏതെങ്കിലും പ്രത്യേകമായ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ബുദ്ധിപരമായ അല്ലെങ്കിൽ ഒരു ഐഡിയയോ ഒരു ആലോചനയോ കേൾക്കുവാനല്ല നാം ആയിരിക്കുന്നത്. നമ്മെ ശക്തിപ്പെടുത്തുന്നതും നമ്മെ സൗഖ്യമാക്കുന്നതും നമ്മെ ബലപ്പെടുത്തുന്നതും നമ്മെ ദൈവിക വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പര്യാപ്തവുമായ ഊറ്റവും ശക്തിയുമുള്ള വചനത്തിൻ്റെ മുൻപിലാണ് നാം ഇന്ന് പകലായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല, അടങ്ങിയിരിക്കാൻ കഴിയില്ല, മൗനമായിരിക്കാൻ കഴിയില്ല. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, that power is unfailing power, അത് പരാജയപ്പെടാത്തതാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് പരാജയപ്പെടാത്ത ദൈവശക്തിയെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവവചനത്തിൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 12 വർഷം രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീ, അവളുടെ ചരിത്രവും അവളുടെ യഥാർത്ഥമായ ആ വൾനറബിലിറ്റി, അവളുടെ സങ്കീർണമായ സാഹചര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവപൈതലെ ഓർക്കുക, അവൾ യേശുവിനെ കുറിച്ചുള്ള ഒരു കേൾവിയാണ് കേട്ടത്. അതിനു മുൻപൊരിക്കലും അവൾ കണ്ടിട്ടില്ല. അവൾക്ക് കേട്ട് കേൾവിയിലൂടെയുള്ള ഒരു അറിവ്, ഹല്ലേലൂയ, സ്തോത്രം, അതൊരു വിടുതലിലേക്ക് നയിക്കാൻ പര്യാപ്തമായെങ്കിൽ ഇന്ന് അവൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ഈ ഒരുക്കി ഇരുത്തിക്കൊണ്ട് ദൈവപൈതലെ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അവൻ ഉറപ്പ് തന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ എത്രയധികം ഒരുക്കത്തോടെ വേണം നാം ആ ദൈവിക വിടുതലിനെ പ്രാപിക്കാൻ. ഇന്ന് പകൽ ദൈവസഭ ഉണരട്ടെ. ദൈവിക കൃപയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിരന്തരമായി രാവും പകലും ദൈവസന്നിധിയിൽ വന്ന് അഭയാചന കഴിച്ചുകൊണ്ട് വിഷയങ്ങളുടെ മേല്, ഞെരുക്കുന്ന സാഹചര്യങ്ങളുടെ മേല് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവപൈതലെ നിന്നെ വിടുവിച്ച് അൺഫെയിലിംഗ് പവർ അതേ നിന്റെ ജീവിതത്തിൽ പകർന്ന്, സാഹചര്യങ്ങളിൽ പകർന്ന് അവൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തെ ആത്മാവിൽ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവികമായ ശക്തമായ വിടുതലിലേക്ക് ദൈവം നമ്മെ നയിക്കുന്ന, ആന്തരികമായും എക്സ്റ്റേണലായും ബാഹ്യമായും നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ ഈ കർത്താവിന് ഇന്ന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഈ രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് പരിശുദ്ധാത്മാവിടെ വീണ്ടും എംഫസൈസ് ചെയ്ത് സംസാരിക്കുവാൻ ഗൈഡൻസ് നൽകുന്നു. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടവളാണ്, എല്ലാം തീർന്നവളാണ്. കയ്യിലുള്ള പണം മുഴുവൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയി. ഗ്ലോറി ബി ടു ഗോഡ്. രോഗം വന്ന ആരോഗ്യം പൂർണ്ണമായും പോയി. ഇനിയൊരു ഭാവിയില്ല എന്നുള്ളത് ആർക്കും തീർത്ത് പറയാൻ കഴിയുന്നതാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സാഹചര്യങ്ങൾ നോക്കിയാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സിടിഞ്ഞ് ഒരു പ്രതീക്ഷയും മുൻപിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള കേൾവി അവൾ കേൾക്കുന്നത്. ഇന്ന് പകൽക്കാലം ഓർക്കുക, അതാണ് നമ്മളൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കാനുള്ള റീസൺ. എന്നാൽ ഒരു വെറും സർവൈവൽ മാത്രമല്ല ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. പിന്നെയോ നാം ഉന്നതമായ സാക്ഷ്യത്തിൻ്റെ ഉടമകളായി, ശക്തരായി, ഈ ദൈവം എന്ന് വന്നേക്കും എൻ്റെ ദൈവമെന്ന് ആ ദൈവത്തെ പാടാൻ, സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ തക്ക നിലയിൽ ഈ ദൈവം നമ്മെ സൗഖ്യമാക്കാനും ബലപ്പെടുത്താനും ആഗ്രഹിക്കുന്നു.
Glory be to God. Hallelujah. ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ he never tires. Never tires. ഒരിക്കലും തളരാത്ത ദൈവം. നമുക്ക് അതിനകത്തുള്ള ഒരു സന്തോഷം നമുക്ക് വേണ്ടേ? തളരാത്തൊരു ദൈവം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ബി ടു ഗോഡ്. റബൽ ഷബൽ ഖമനഹസ്യാന. പഴയ നിയമത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ നമുക്കറിയാം. ഏലിയ പ്രവാചകൻ വളരെ ശക്തമായൊരു ശുശ്രൂഷയാണിത്. ഇന്ന് പകലൊരു മെസ്സേജിൽ അതീതമായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു പോവുക. ആ പ്രാപിക്കാനായിട്ട് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും ആത്മീയമായി അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയൊക്കെ ഇന്ന് പകൽ ദൈവമക്കൾ എല്ലാവരും ഇരിക്കട്ടെ. ഏലിയാവ് വളരെ പ്രത്യേക ദൈവകൃപയോടുകൂടെ ശുശ്രൂഷ മുഖത്ത് തിളങ്ങിയ ആളാണ്. എന്നാൽ ഒരു പ്രത്യേക മോമെൻറ്റിൽ ഏലിയാവിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. 1 Kings chapter 19 സവിസ്തരമായിട്ട് അത് പറയുന്നുണ്ട്. വളരെ വലിയൊരു പോരാട്ടം കർമ്മേലിൻ്റെ മുകളിൽ ബാൽ പ്രവാചകന്മാരുമായിട്ട് നടത്തി. അതിലെല്ലാം ഏലിയാവ് സക്സസ് ആയി. കാരണം ദൈവത്തിൻ്റെ അമാനുഷ്യമായിട്ടുള്ള കൃപ അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ഏലിയാവിലുള്ളതായ ആ ധൈര്യമെല്ലാം ഇപ്പോൾ ചോർന്നുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന് ശകലം പോലും ബലമില്ല. ഇതാണ് ഹ്യൂമൻ പവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയല്ലേ? ചില സമയത്ത് നമ്മൾ ആത്മീകമായ നമ്മുടെ ഗ്രാഫ് ഒരു പീക്കിൽ നിൽക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷേ ചില സമയങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് അത് താഴോട്ട് വരുന്ന അനുഭവങ്ങൾ. ഇതാണ് ഹ്യൂമൻ നേച്ചറിൽ പെടുന്ന ഒരു കാര്യമാണിത്. അത് ഹ്യൂമൻ എബിലിറ്റിയുടെ ലിമിറ്റേഷനെ കാണിക്കുന്നു. മനുഷ്യൻ്റെ കഴിവുകളുടെ പരിമിതികൾ. ഇവിടെ ദൈവം അവൻ്റെ മേൽ ഇടപെടുന്നു. ഈ ദൈവം അങ്ങനെ ഇടപെടുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഡിപ്രസ്സായി, കഴിവുകൾ ചോർന്ന്, ശക്തി ചോർന്ന്, ബലം നഷ്ടപ്പെട്ട് മരിച്ചാ മതി എന്നവൻ ആഗ്രഹിക്കുകയാണ്. ഇവൻ ആസ്കിങ് ഗോഡ് ടു ടേക്ക് ഹിസ് ലൈഫ്. എൻ്റെ ജീവനെ അങ്ങെടുക്കണമേ. ആ ഒരു പ്രാർത്ഥന ഒരു എക്സ്ട്രീം പോയിന്റിലുള്ള പ്രാർത്ഥനയല്ലേ? ആ എക്സ്ട്രീം പോയിന്റിൽ അദ്ദേഹം എത്തി. ബട്ട് ഗോഡ് റെസ്പോണ്ടഡ് വിത്ത് കമ്പാഷൻ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ടും അവൻ്റെ മക്കളാകുന്നത് കൊണ്ടും അവന് നമ്മോട് എന്തുണ്ട്? നിത്യമായിട്ടുള്ള ആ ദയ, കടാക്ഷം നമ്മുടെ മേലുണ്ട്. ദൈവം അവനോട് ഇടപെടുകയാണ്. ദൈവം അവൻ്റെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഏതെങ്കിലും നിങ്ങളുടെ ഒരു വിഷയം മാത്രമല്ല ദൈവത്തിൻ്റെ പരിഗണനയിലുള്ളത്. നിങ്ങളിപ്പോൾ ഉരുകുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും. നിങ്ങളുടെ സ്വസ്ഥതയെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വിടുതലിന് വേണ്ടി ആവേശം കൊണ്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവത്തിന് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഹല്ലേലൂയ അവന് ശ്രദ്ധയുണ്ട്. ഇതാ വാർദ്ധക്യവും നരയുമുള്ളിടത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ വിൽ ബി വിത്ത് യു ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. ഇന്ന് പകൽ ദൈവ പൈതൽ ബലപ്പെടട്ടെ. വാർദ്ധക്യവും നരയുമുള്ളിടത്തോളം, ഹല്ലേലൂയ, ലോകാവസാനത്തോളം, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹായിക്കാമെന്നല്ല, എല്ലാ കാര്യത്തിലും. ഒന്നുകിൽ നമ്മുടെ എൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ലോകാവസാനം സംഭവിക്കും. ഇത് രണ്ടും പറഞ്ഞു. പഴയ നിയമത്തിൽ വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വന്നു സാക്ഷാൽ കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ഗ്ലോറി ബി ടു ഗോഡ്. കാരണം കർത്താവിലൂടെയാണ് മാനവരാശിക്ക് നിത്യതയുടെ കവാടം തുറക്കപ്പെടുന്നത്. നിത്യതയുടെ ക്ലിയർ പിക്ചർ തുറന്നു കിട്ടിയത് യേശു കർത്താവിൻ്റെ അവതാരത്തിലൂടെയും അവൻ്റെ
ക്രൂശ് മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയുമാണ്. അപ്പോൾ കർത്താവ് കൃത്യമായി ലോകാവസാനത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ കണ്ണുനീരും പ്രയാസങ്ങളും ഒക്കെ മാറി കർത്താവിൻ്റെ രാജ്യം അവൻ സ്ഥാപിക്കും. ഹല്ലേലൂയ. അതിൻ്റെ അഷ്വറൻസ് നമുക്ക് യേശുവിൻ്റെ അവതാരത്തിലൂടെ കിട്ടി. അതുകൊണ്ടാണ് യേശു അവസാനമായി സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആവലാതിപ്പെട്ട ശിഷ്യന്മാരോട് അവസാനവും ആ വാക്ക് പറയാൻ കർത്താവ് ഉപയോഗിച്ചത്. ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. പറഞ്ഞ ദൈവാത്മാവ് നൽകിയ വാക്കുകളൊന്നും മറക്കാതിരിക്കുക. നിൻ്റെ ഒരു വിഷയത്തിലല്ല, ഇന്നത്തെ വിഷയത്തിൽ മാത്രമല്ല, നാളത്തെ വിഷയത്തിൽ മാത്രമല്ല, മറ്റന്നാളത്തെ വിഷയത്തിലും. ഹല്ലേലൂയ, സ്തോത്രം. അതിനും അപ്പുറത്തേക്ക് ഹല്ലേലൂയ കർത്താവ് സഹായിക്കാൻ കമ്പാഷനോടുകൂടെ, ദയോടുകൂടെ നമ്മോട് കൂടെയുണ്ട്. ഇവിടെ അതുകൊണ്ടാണ് ഏലിയാവിനോട് തളർന്നുറങ്ങുകയാണ്, മരണം കാത്തു കിടക്കുകയാണ്, മരിച്ചാൽ മതി, ഇനി ഒന്നും ചെയ്യണ്ട, അത്രമാത്രം ഡിസ്കറേജ്ഡ് ആണ്, അത്രമാത്രം ഡിപ്രസ്ഡ് ആണ്. ആ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ദൈവം ആ സമയത്ത് ഇടപെടുന്ന രീതി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നീട് അവന് നല്ല വിശ്രമം കൊടുക്കാൻ ദൈവം താല്പര്യപ്പെടുകയാണ്. God also provided food. ദൈവം അവന് ആഹാരം കൊടുക്കുകയാണ്, ദൂതന്മാരെ കൊണ്ടുവന്ന്. ഓ, രക്തത്താൽ ജയം. ഏലിയാവ് കാക്കയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണമേ. കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി, അല്ലെങ്കിൽ എനിക്കുമ്പം കാതലായ കാര്യങ്ങൾ മറക്കരുത്. വചനങ്ങൾ നഷ്ടമായാൽ നമുക്കതൊരു തീരാ നഷ്ടമാണെന്ന് മറക്കരുത്. ചിലപ്പോൾ നമ്മൾ ബാല്യം മുതൽ പ്രസംഗങ്ങളൊക്കെ കേട്ടതായിരിക്കും. പക്ഷേ നാളത്തേക്കുള്ള കുതിപ്പിന് ഈ വചനം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം എന്ന് ഇന്ന് പകൽ അറിഞ്ഞിരിക്കണം. നാളെ കേൾക്കാൻ മിനിഞ്ഞാന്ന് കേട്ടു, ഇന്നലെ കേട്ടു എന്നുള്ളതല്ല. വളരെ ഫ്രഷായി അടുത്തൊരു സ്റ്റെപ്പ് വെക്കാനുള്ള ദൈവികാലോചനകളാണ് ദൈവാത്മാവ് നമ്മളെ കേൾപ്പിക്കുന്നത്. രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഇവിടെ അവന് ഫുഡ് കൊടുക്കുകയാണ്. കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്ത സംഭവം അവൻ അറിയാം, അതൊക്കെ അവൻ അനുഭവിച്ചതാണ്. അവിടെ നിന്ന് കെരീത്ത് വെള്ളം വറ്റിയ സന്ദർഭം, അടുത്തൊരു സാരഭാത്ത് കർത്താവ് ഒരുക്കിയത് അവൻ അനുഭവിച്ചവനാണ്. ഇതെല്ലാം കണ്ടു, ഒരുപാട് കണ്ടു. കർമ്മേൽ പർവ്വതത്തിൽ നടന്ന വലിയ ആ കൺഫ്രണ്ടേഷനിൽ ബാൽപ്രവാചകന്മാരെ മുഴുവൻ തകർത്തു കളഞ്ഞു. ദൈവപ്രവൃത്തി അവൻ സാക്ഷാൽ അനുഭവിച്ചതാണ്. ആഹാബിൻ്റെ രഥത്തിനു മുൻപായി ഓടിക്കയറാൻ ദൈവം അവന് ബലം കൊടുത്തതാണ്. ഇതെല്ലാം സത്യമാണെങ്കിലും അടുത്തൊരു മൂമെന്റിനെ കുറിച്ച് ഇത്രയൊക്കെ നടത്തിയപ്പോൾ ഹല്ലേലൂയ, ഇനി മുൻപോട്ടുള്ള വലിയ ഒരു എക്സ്പെക്ടേഷനോ, ഇനി മുൻപോട്ടുള്ളതായ വലിയൊരു ഭാവിയെക്കുറിച്ചോ ഏലിയാവിന് മനസ്സിൽ ചിന്ത വരുന്നതേയില്ല. തന്നെയല്ല, ഏതാനും മണിക്കൂറുകൾ ഹല്ലേലൂയ മാത്രം അവശേഷിപ്പിക്കുന്നു. ആഹാബിൻ്റെയും ഇസബെല്ലിൻ്റെയും ഡെത്ത് വാറണ്ട്. അതുകൂടായപ്പം പിന്നെ മരണം സുനിശ്ചിതമാണ്. ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ആ സാഹചര്യം ഒന്ന് നോക്കിയേ. രക്തത്താൽ ജയം. അപ്പോൾ പിന്നെ പഴയതൊന്നും ഓർക്കാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡെത്ത് വാറണ്ട് കൊടുത്ത് 24 മണിക്കൂർ ടൈമാണ് കൊടുത്തിരിക്കുന്ന ഒരു രാജാവും രാജ്ഞിയും. അവരാ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് ഒരു ഭരണ അധികാരിയുടെ ഓർഡറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പറയണം. ഇന്നത്തെ നിങ്ങളുടെ ചുറ്റുപാടുകളുടെ നടുവിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ദുർബലമായ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് സാഹചര്യത്തെ നോക്കിയല്ല, ദൈവത്തെ നോക്കി പറയണം. ദൈവത്തെ നോക്കി പറയണം. ഗ്ലോറി ബി ടു ഗോഡ്. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പലപ്പോഴും സാഹചര്യങ്ങൾ കാണുമ്പോൾ വീക്കായി പോകും. ആ സാഹചര്യത്തിൻ്റെ കാഠിന്യമാണ് വലിയ ശക്തനായ ഏലിയാവിനെ പോലെ ഒരു അഭിഷക്തൻ ദുർബലപ്പെട്ടത്. ഹല്ലേലൂയ. എന്നാലും നിന്റെ ദുർബലതയുടെ നടുവിൽ ഹല്ലേലൂയ നീ അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുമെങ്കിൽ, നിന്റെ ആ സങ്കടവും ദൈവത്തോടാണ് നീ പറയുന്നതെങ്കിൽ, ഇന്ന് പകൽ അതിന്മേൽ വിടുതലുണ്ടെന്ന് ആത്മാവ് വളരെ കൃത്യമായി പ്രവചിക്കുകയാണ്. ഇന്നും ആ ദുർബലതകളെ സമ്മതിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ.
അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അതും അവൻ ദൈവത്തോടാ പറഞ്ഞ എൻ്റെ ജീവനെ അങ്ങ് എടുത്തോ. കാരണം അത്രയും ആശ്രയബോധം അവനുണ്ട്. നമ്മളാണെങ്കിൽ മനുഷ്യനോട് പറയും. എത്രത്തോളം പറയാമോ നമ്മുടെ ആ വീക്ക് സിറ്റുവേഷൻ നമ്മൾ പറയും. പക്ഷെ നമ്മൾ തിരിഞ്ഞു വരണം. നമ്മൾ യു ടേൺ അടിച്ച് തിരിഞ്ഞു വരണം. ദൈവത്തോട് നമ്മുടെ ആപലാതികൾ പറയാം. ദൈവത്തോട് പറഞ്ഞ ഏതെങ്കിലും കാര്യം ഇന്ന് വരെ വെളി വന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. രക്തത്താൽ ജയം. ദൈവത്തോട് നീ ഉറക്കെ നിലവിളിച്ച് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അലറി വിളിച്ച് കരഞ്ഞിട്ടുള്ളതും സങ്കടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഹല്ലേലൂയ കാര്യങ്ങളുടെ മറുപടി ഒരു വികൃത രൂപത്തോടു കൂടെ ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മനുഷ്യനോട് നീ പറഞ്ഞിട്ടുള്ളതൊക്കെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തോട് പറയുന്നത് പ്രതികൂലമായി ബാധിക്കില്ല. അവൻ കരുണയോടെ അവൻ സാഹചര്യത്തെ കണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. രക്തത്താൽ ജയം. വേണ്ടത് ദൈവം തരും, വേണ്ടാത്തതൊന്നും ദൈവം നമുക്ക് തരില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതൽ അറിഞ്ഞിരിക്കണം, നമുക്ക് വേണ്ടുന്നത് അവൻ നമുക്ക് തന്നിരിക്കും. നാം മാനിക്കപ്പെടേണ്ട സ്ഥാനത്ത് അവൻ നമ്മെ മാനിച്ചിരിക്കും. നാം ഉയർത്തപ്പെടേണ്ട സ്ഥാനത്ത് അവൻ നമ്മെ ഉയർത്തിയിരിക്കും. ഏത് സന്ദർഭത്തിലാണോ നീ ഹർട്ടായിട്ടുള്ളത്, പ്രവചനാത്മകമായി ദൈവാത്മാവ് ഇടപെടുന്നു. ചില മൂമെൻറ്റുകളും സ്ഥാനങ്ങൾ അങ്ങനെയല്ലേ ഹർട്ടായി പോയിട്ടുള്ളത്, വല്ലാതെ വേദനിച്ച് പല ദിവസങ്ങൾ അതിൽ വേദനിച്ച് ഓർക്കുമ്പോഴൊക്കെ വേദന, ഓർക്കുമ്പോഴൊക്കെ സങ്കടം വന്നിട്ടുള്ള സന്ദർഭങ്ങളിലെ ആത്മാവ് പ്രവചിച്ച് പറയുന്നു, അതേ ജംഗ്ഷനിൽ തന്നെ നിന്നെ കൊണ്ട് നിർത്തി. നീ ഓർത്തില്ലെങ്കിലും നിന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കാരണം നിന്നെ മാനിക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ്. നീ വില കൊടുത്തിറങ്ങി തിരിച്ചത്, ഓ സ്തോത്രം, കർത്താവിൻ്റെ വാക്കിന് മാത്രം നോക്കിക്കൊണ്ട് മറ്റാരെയും ഗൗരവമായിട്ട് എടുക്കാതെ കർത്താവിൽ ബലപ്പെട്ട് നീ ഇറങ്ങി തിരിച്ച സന്ദർഭങ്ങൾ അവൻ ഓർക്കും. Glory be to God. ആത്മാവിൽ ദൈവസഭ സ്തുതിക്കട്ടെ. അർബൽ ഖമാന ബക്ഷാര സിവാര വരവ സംബല ഘടക അർത്ഥാര ഷീമൽ ഖമാന. ഓ ഹല്ലേലൂയ. Glory be to God. Glory be to God. Glory be to God. ദൈവത്തിന്റെ കരപ്രവർത്തികൾ സഭയ്ക്കുള്ളിൽ ഹല്ലേലൂയ നിന്റെ മുൻപിൽ ഹല്ലേലൂയ വേദനയോടെ ഇരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ വിഷയങ്ങൾക്കുള്ള മറുപടിയായി വെളിപ്പെടട്ടെ. Hallelujah. Glory be to God. Glory be to God. Glory be to God. Glory be to God. കർത്താവ് അങ്ങനെ ചെയ്യും. കർത്താവ് മാനിക്കും. കണക്കുകൾ ഒന്നൊന്നായി പറയും. ആ രീതി നമ്മളതിൽ എക്സൈറ്റഡ് ആവണ്ട. പക്ഷേ നമ്മൾ ഓർത്തിരിക്കണം, ഇത് ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ പെടുന്നതാണ്. അവൻ്റെ ഇടപെടൽ ഈ രീതിയിലുള്ളതാണ്. ഒരു വാക്കിലെങ്കിലും നിന്നെ കൊച്ചാക്കി, നിന്നെ താഴ്ത്തിക്കെട്ടി, അല്ലെങ്കിൽ നീ താണു പോയിട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ട്, നിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിച്ചേർന്ന് നിന്നാൽ മാത്രം മതി. ഇന്ന് സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ പറ്റിച്ചേർന്ന് നിന്നാൽ മതി, വിടുതൽ സുനിശ്ചിതമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. അവന് ദൈവം എന്താണ് കൊടുത്തത്? നല്ല രീതിയിലുള്ള ഫുഡ് ദൈവം അവന് കൊടുക്കുകയാണ്. പിന്നെയും അവനെ വിശ്രമിക്കുന്നു. അവൻ അതിനുശേഷമാണ് ദൈവശബ്ദം അവനെ കേൾപ്പിക്കുക. ദൈവം അവനെ പൂർണ്ണമായും മൈൻഡിനെ പൂർണ്ണമായും റിന്യൂ ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഗോഡ്സ് ഇൻ്റർവെൻഷൻ അവിടെ നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അവനെ വളരെ അധികമായി ശക്തീകരിച്ചു. ദൈവത്തിൻ്റെ ആ എക്സിസ്റ്റൻസ് അത് ദൈവം അവിടെ പ്രൂവ് ചെയ്യാണ്. എങ്ങനെ? ദൂതനെ അയച്ച് അവൻ ഏറ്റവും ഡെലീഷ്യസ്, ഹെൽത്തി, ന്യൂട്രീഷ്യസ് ഫുഡ് അവന് കൊടുത്ത് അവനെ ബലപ്പെടുത്തി. ഈ ദൈവത്തെ നമുക്ക് മറക്കാൻ കഴിയുമോ? ഈ ദൈവത്തെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഈ ദൈവത്തിൽ ബലപ്പെടുക. അവനെ എന്ത് ചെയ്തെന്നാ എലൈജാസ് സ്ട്രെങ്ത്, ഗോഡ് റിന്യൂവ്ഡ് എലൈജാസ് സ്ട്രെങ്ത് ആൻഡ് സെൻഡ് ഹിം ബാക്ക് ഇൻ ടു ദ സർവീസ്. എല്ലാം വിട്ടുപോകാൻ ആഗ്രഹിച്ച ആളെ ആ ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് ദൈവം പിന്നെയും കൊണ്ടുവരികയാണ്.
ഡെത്ത് വാറണ്ട് പുറപ്പെടുവിച്ചതായ രാജാവിൻ്റെ ഓർഡറിനെ ദൈവം നള്ളിഫൈ ചെയ്തു. ആ വാക്കുകളുടെ ഹൃദയത്തിലിരിക്കട്ടെ. ദൈവം അതിനെ നള്ളിഫൈ ചെയ്തു. ലോകം നിനക്കെതിരെ എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും, ഹ്യൂമൻ കാൽക്കുലേഷൻ വെച്ച് നിനക്കെതിരെ നിന്റെ ഭാവിയെ ചൊല്ലി വിധി എഴുതിയിട്ടുള്ളവർ, ഓർക്കുക, ആ വിധി എഴുത്തുകളെ മായ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഗോഡ് ക്യാൻസൽഡ് ദാറ്റ് അഹാബ്സ് ഓർഡർ. അവൻ്റെ ആ ഓർഡിനൻസിനെ ദൈവം ക്യാൻസൽ ചെയ്തു, ദൈവം നള്ളിഫൈ ചെയ്തു. ഇന്ന് പകൽ ദൈവ പൈതലെ, നിനക്കെതിരെ ദുഷ്ടശക്തികൾ സ്തോത്രം എഴുന്നേറ്റ് ഭാവിക്കെതിരായും വളർച്ചയ്ക്കെതിരായും മുന്നേറ്റത്തിനെതിരായും ഉയർത്തിയിട്ടുള്ള വെല്ലുവിളികളെ നോക്കി പറ, എൻ്റെ മുൻപിലുള്ള വെല്ലുവിളികളെ ഉടമാ റബൽ ഖമാനാസിയാല എൻ്റെ ദൈവം ക്യാൻസൽ ചെയ്യും. അതിൻ്റെ പവറിനെ, അതിൻ്റെ ഹല്ലേലൂയ ശക്തിയെ എൻ്റെ ദൈവം നിർവീര്യമാക്കും. ആ ഓർഡറിനെ നള്ളിഫൈ ചെയ്യും. ജുഡാൽ ബൽഖനാദിയ. അങ്ങനെ ദൈവം ചെയ്യും. അങ്ങനെ ചെയ്ത് ഇവിടെ ഒരു രാജാവിനെ ഡെത്ത് വാറണ്ട് വന്നെങ്കിൽ അടുത്ത രാജാക്കന്മാരെ വാഴിക്കാനും എലീശയേക്കാൾ ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കാനും എലീശയെ പോലുള്ളവരെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി മുമ്പോട്ട് പോവുകയാണ്. തളർന്നിരിക്കുന്നവർ ഉണർന്നാട്ടെ. വിഷമിച്ച് മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്നവർ ഉണരട്ടെ. ഇന്നത്തെ നിന്റെ ഒരു സിംഗിൾ വിഷയത്തിലാണ് നീ മനസ്സ് തകർന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു സിംഗിൾ ഇഷ്യൂസിന്റെ മുൻപിലാണ് നിന്റെ മനസ്സ് പാടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നിന്റെ ഒരു സിംഗിൾ ഇഷ്യൂസിൽ മാത്രമല്ല, till the end of the world, till the end of your life, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് ഒരു കാര്യത്തിലല്ല, ഒന്നിൽ മാത്രമല്ല, അനേക കാര്യങ്ങളിൽ. ഓ ഹല്ലേലൂയ. Glory be to God. Hallelujah. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. 2 Corinthians chapter 12 verse 9 to 10 നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ദൈവത്തോടുള്ളതായ ഒരു സപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അവിടെ പോൾ സ്പീക്സ് ഓഫ് എ തോൺ ഇൻ ദ ഫ്ലഷ്. ജഡത്തിലെ ശൂലത്തെക്കുറിച്ച് പൗലോസ് സംസാരിക്കുകയാണ്. ആ ഒരു കാരണത്താൽ ഇപ്പോൾ പൗലോസ് വീക്കാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശക്തമായ വെളിപ്പാടുകളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി, ആ രാജ്യത്തിനു വേണ്ടി ശക്തമായി അധ്വാനിച്ചതായ പൗലോസ് ആ ജഡത്തിലെ ശൂലത്തിൽ, ആ വീക്ക്നെസ്സിൽ കൂടുതലായി താൻ ഭാരപ്പെടുന്നതായിട്ട് കാണുന്നു. എന്നാൽ ദൈവം എന്താ പറഞ്ഞത്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, ഫോർ മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. ഓർക്കണം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി പറഞ്ഞാട്ടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു? തികഞ്ഞു വരും. ആ ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കുന്നതായ, ഓവർടേക്ക് ചെയ്യുന്ന, ഓവർകം ചെയ്യുന്നതായ ഒരു ശക്തി അവൻ പകർന്നു തരും. പോൾ റിയലൈസ്ഡ് ദാറ്റ് ഇൻ ഹിസ് വീക്ക്നെസ് ഗോഡ്സ് സ്ട്രെങ്ത് കുഡ് ഷൈൻ ഈവൻ മോർ. പഴയതിനേക്കാൾ അധികമായി. നമ്മൾ ആ ചിന്തിച്ചു വരുന്ന കോണ്ടസ്റ്റ് നിന്നുകൊണ്ട് തന്നെ ഈ ചിന്തയെ എടുക്കണം. താൻ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നപ്പോൾ തിളങ്ങിയതിനേക്കാൾ ശക്തിയോടെ, അധികം കൃപയോടെ ദൈവിക കാര്യങ്ങൾ ശുശ്രൂഷയിൽ അവൻ ഷൈൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്സസ്. ശക്തിയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ, ദൈവശക്തി, അതിനെ ധ്യാനിക്കണം.
ധ്യാനിച്ചു കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ആ ശക്തിയിൽ എൻജോയ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ആദ്യമേ നമുക്കങ്ങനെ ഒരു ടേം പരിശുദ്ധാത്മാവ് നൽകി. എല്ലാ കാര്യത്തിലും, ഒരു കാര്യത്തിൽ മാത്രമല്ല. ഹല്ലേലൂയ. എലീജ ശുശ്രൂഷിച്ചെങ്കിൽ എലീയയുടെ ഇരട്ടി പവർ ചോദിച്ച് ശുശ്രൂഷിക്കാൻ, അങ്ങനെയുള്ള ഒരാളെ ഓർഡൈൻ ചെയ്യാൻ, അങ്ങനെ ഒരാളെ ശുശ്രൂഷയുടെ മുഖത്ത് കൊണ്ടുവരുവാൻ ദൈവനെ ഉപയോഗിച്ചില്ലേ? അനേക രാജാക്കന്മാർ, ഒരു രാജാവ് അവനെ ഡിസ്റെസ്പെക്റ്റോടുകൂടി അവനെ കണ്ടെങ്കിൽ, അവൻ്റെ മേലുള്ള ശുശ്രൂഷയും കഴിവും മനസ്സിലാക്കിയില്ലെങ്കിൽ, അനേക രാജാക്കന്മാർ അവനെ റെസ്പെക്ട് ചെയ്യുന്ന തലത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? ദൈവം നിന്നെ മാനിക്കുന്ന തലങ്ങൾ വിഭിന്നമായിട്ട് മുൻപിലുണ്ട്. ഇന്ന് നീ ഒന്നുമല്ലെങ്കിലും, ഇന്ന് നീ ഒരു സീറോ ആണെങ്കിലും, ദൈവ പൈതലെ അവൻ്റെ വാഗ്ദത്തത്തിൽ നീ വിശ്വസിക്ക, അവൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്ക്, അവൻ്റെ അൺഫെയിലിംഗ് പവറിൽ നീ വിശ്വസിക്ക, അവനെ സ്തുതിക്ക, അവൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്ക, അവൻ അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. തളർന്നും തകർന്നും ജീവിതത്തിൻ്റെ ഭാവിയെ നോക്കി വ്യാകുലപ്പെട്ടു നിൽക്കുന്നവരോടാണ് ദൈവാത്മാവ് ഈ പകൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാം ഒരു നോർമൽസിയിലാണ്, കുഴപ്പമെന്ന് തോന്നുന്നവർക്ക് വേണ്ടി ഇത് ചിലപ്പോൾ വലുതായിട്ട് തോന്നുകയില്ലായിരിക്കും. റബേന ഹക്ഷസ്യാന. എന്നാൽ അടിയന്തരമായൊരു ദൈവപ്രവൃത്തി എനിക്ക് ആവശ്യമാണ്. അവൻ്റെ ഇടപെടൽ എനിക്ക് ആവശ്യമാണ്. അവനിറങ്ങി വന്നേ പറ്റൂ. അവനെൻ്റെ വിഷയമൊന്ന് കരങ്ങളിൽ എടുത്തേ പറ്റൂ. അവനൊന്ന് നോക്കിയേ പറ്റൂ. അവനൊന്ന് പ്രവർത്തിച്ചേ പറ്റൂ. ദൈവപൈതലേ, നിന്റെ ആരോഗ്യ വിഷയമായിരിക്കാം, നിന്റെ തലമുറയുടെ വിഷയമായിരിക്കാം, നിന്റെ വ്യക്തിപരമായ വിഷയമായിരിക്കാം, നിന്റെ ഔദ്യോഗിക വിഷയമായിരിക്കാം, മാതാപിതാക്കളുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഏത് വിഷയങ്ങളായാലും ഇന്ന് പകൽ ഹല്ലേലൂയ നിന്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിപ്പാൻ ദൈവം താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. അവൻ്റെ ബലഹീനതയിൽ ദൈവശക്തി ഇരട്ടിയായി ദൈവം കൊടുത്ത് അവൻ കൂടുതലായി ശോഭിച്ചു വരുവാൻ ഇടയായി തീർന്നു. രക്തത്താൽ ജയം. രണ്ടാമതായിട്ട്, ഗോഡ് റെസ്റ്റോർസ് ദ വെറി ആൻഡ് അപ്ലിഫ്റ്റ് ദ വീക്ക്. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ കൃപയങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പൗലോസിൻ്റെ മേൽ വ്യാപരിച്ചുള്ള ശക്തിയാൽ നമ്മൾ കൂടുതൽ റിന്യൂഡ് ആകും. റിന്യൂഡ് ആകാനുള്ള കാര്യം എന്താണ്? ആ റെസ്റ്റോറിങ് പവർ പൂർവസ്ഥിതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള ആ സെൻട്രൽ പോയിന്റിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന അനുഭവം. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ ഓർക്കുക, ആ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നോക്കണം, ഇവിടെ വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ എടുക്കണം. അതോടെ ശുശ്രൂഷ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കഴിയും. വെയിറ്റിംഗ് ഓൺ ഗോഡ് ലീഡ്സ് ടു എ സൂപ്പർ നാച്ചുറൽ എക്സ്ചേഞ്ച്. ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടി ഇന്ന് പകൽ ഏൽപ്പിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ മുൻപോട്ട് പ്രസംഗിച്ചു കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്ചേഞ്ച് അത് നമ്മിലേക്കൊന്ന് പകരപ്പെടാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് അതൊന്ന് ഇറങ്ങി ഇടപെടാൻ. അർവൽ ഷമൻ ഖനാദിയ രധുന. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ബാല്യക്കാർ തളരും, യൗവനക്കാരിടറി വീഴും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂവൽ തീരുമ്പോൾ, ഹല്ലേലൂയ, തീരാൻ പോകുമ്പോൾ അത് റീഫില്ല് ചെയ്ത് ആ ടാങ്ക് ഫില്ല് ചെയ്ത് പിന്നീട് ഇതിന് മുൻപോട്ട് പോകാം. എന്നാൽ പിന്നെയും അക്കോർഡിംഗ് ടു ദ കൺസംഷൻ
ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ച് അല്ല ദൈവം നമ്മളിൽ ചെയ്യുന്നത്. ദൈവം നമ്മളിൽ ചെയ്യുന്നത്, അതിനാണ് ഈഗിളിനെ ഇമേജറി ആയിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നേച്ചറിൽ തന്നെ പകർന്നുകൊണ്ട് ഇന്ന് അതിനായിട്ടൊന്ന് എടുത്താട്ട്. ഓ സ്തോത്രം. അതുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കിയ ദാവീദ് പ്രാർത്ഥിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞത്. കൺസിസ്റ്റൻ്റായി നിന്ന് പ്രവർത്തിക്കുന്ന ഉടമന. അത് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ദൈവാത്മാവ് വേവിച്ചു തരുന്ന പോലെ പ്രാർത്ഥിക്കുക. അഡർഖാന ഭൗഷന ഹസ്യാന, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ഏൽപ്പിച്ചാട്ട് ആ മേജർ ട്രാൻസാക്ഷൻ ഇവിടെ നടക്കട്ടെ. ആ മേജർ എക്സ്ചേഞ്ച്, സൂപ്പർ നാച്ചുറൽ എക്സ്ചേഞ്ച്. ഉടരാലബഖനസ്യ അതുരാദീബല ഷഡാറബല ഘടകസ്യാല. ഓ ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഓ രക്തത്താൽ ജയം. റബലബ ശംദൽ കമന അർത്ഥാര ദീപല ചൂടല ഘടക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയുടെ ശക്തി, ആ മേജർ എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്നു. കമാന, യേശുവിൻ്റെ നാമത്തിൽ പല വിധത്തിൽ തകർന്നിരിക്കുന്ന ഓ റബല ഘടകരെ ആക്ഷൻ ഇല്ലാതെ ആക്ടിവേറ്റ് ആയിരിക്കുന്ന ആ മോഡിൽ നിന്ന് സാഹചര്യങ്ങൾ മാറട്ടെ. ഓ ദൈവപ്രവൃത്തി, ഒരു സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷനിൽ നിൽക്കുന്ന അവസ്ഥകൾക്ക് ഇപ്പോൾ മാറ്റമുണ്ടാകട്ടെ. ദൈവികമായ ചലനങ്ങൾ ഉണ്ടാകട്ടെ. ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ, ജീവന്റെ തുടുപ്പുകൾ. ഉടനമന ഹമന ഓ റീബൽ ഖബാല ഭക്ഷാര ഭക്ഷാന അതുർഖല ഘടക സൈതരാധര. ജീവന്റെ തുടുപ്പുകൾ. ശക്തമായ ദൈവപ്രവൃത്തി, ശക്തമായ ദൈവപ്രവൃത്തി, ശക്തമായ ദൈവപ്രവൃത്തി. ഫയലുകൾ മൂവാകട്ടെ. അടച്ചു വച്ചിരിക്കുന്നതായ ഫയലുകൾ ജുഡല രബല ഹമന ദിരാല അർത്ഥാല ശമനാദര. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അദർഖന ഘടകസ്യാല. കർത്താവേ സ്തോത്രം. അടച്ചു വച്ചിരിക്കുന്ന, അനങ്ങാതെ നിൽക്കുന്ന, ഡിസിഷൻ ആകാതിരിക്കുന്ന ഫയലുകൾ മൂവാകട്ടെ. അർബൽ ഖമാന. ഫേവറായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്ന അധികാരികളുടെ ഉള്ളങ്ങളോട് സംവദിക്കട്ടെ. ഓ ചലനങ്ങൾ നടക്കട്ടെ. ദൈവമേ, നിന്റെ വചനത്തിൽ ഉറച്ച് ആ സൂപ്പർ നാച്ചുറൽ എക്സ്ചേഞ്ചിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചലനങ്ങൾ നടക്കട്ടെ. ക്രിയേഷൻസ് ഉണ്ടാകട്ടെ. സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ നടക്കട്ടെ. മിറക്കിൾ പെർഫോം ആകട്ടെ. ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഖമാന ദുരാല റബാന ശലാരാന അർത്ഥാന ശമാന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റക്സൽ ഖമാന ഘടകസ്യാല. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിബൽ ശമന ഹസ്യാന അർത്ഥരാദികൾ ഖമന ഹസ്യാന. ഓ റീബൽ ജുഡൽ ഖമന ഹസ്യാദുരാന. ഓ ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഒരു വലിയ എക്സ്ചേഞ്ചിന് നിങ്ങൾ ആ പ്രാർത്ഥന നിർത്തരുത്. ആ പ്രാർത്ഥന ലിമിറ്റ് ചെയ്യരുത്. 2-3 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. അറലഭക്ഷമനഗസ്യാന. ഓ രക്തസ്രാവക്കാരി സ്ത്രീ അടർഖമനഘടകസ്യ. അവൾ യേശുവിനെ തൊട്ടുക. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവസരം അവൾ ഉപയോഗിച്ച് തൊട്ടപ്പോൾ ഇതാ ദൈവപ്രവൃത്തി അവിടെ നടക്കുകയാണ്. യേശു പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഓ സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ സ്പർശിക്കട്ടെ. വിശ്വാസത്തോടെ ദൈവജനം, കർത്താവേ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കട്ടെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, പ്രഖ്യാപനം ചെയ്യുക. Glory be to God, glory be to God, glory be to God. Hallelujah, hallelujah, glory be to God, hallelujah. ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നിങ്ങൾക്കത് ഗുണകരമാകും എന്നുള്ളത് കൊണ്ട് ആ ഒരു വാക്കിൽ ഞാൻ പറയാം. ചില വർഷങ്ങൾക്ക് മുൻപ്
സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു മീറ്റിങ്ങിൽ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭവനത്തിൽ നടക്കുന്ന മീറ്റിംഗാണ്. ഒരു 100 പേർക്കകത്തുള്ള ആളുകൾ ആ മീറ്റിങ്ങിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഈ രക്തസ്രാവക്കാരിയുടെ വചനം ഇങ്ങനെ വിവരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ നടന്നു. അന്നേരമൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, ആ വീട്ടുകാർ ആ പ്രാർത്ഥന വെച്ചത് വയറ്റിലൊരു ട്യൂമർ, ആ വീട്ടിലെ സഹോദരിക്ക് ഒരു ട്യൂമർ ഹോസ്പിറ്റലിൽ ചെന്ന് 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും അത് കൺഫേമായി. കൊച്ചു പിള്ളേരുമായിട്ട് തകർന്ന് നിൽക്കുന്ന ആ സഹോദരിയുടെ പേര് ഇന്ന് ഞാൻ ഓർക്കുന്നു, ഗ്ലോറി എന്ന് പറയുന്നൊരു സഹോദരി. ദൈവാത്മാവ് ഇതൊന്നും അറിയാതെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വീട്ടിലെ ആളാണെന്നും എനിക്കറിയില്ല, കാരണം മീറ്റിംഗ് പ്രാർത്ഥിച്ച് തുടങ്ങി കഴിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത്. പിന്നീട് പറഞ്ഞ ആ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ പുതപ്പൻ്റെ മുകളിൽ വന്ന് വീഴുന്നത് പോലെ ഞാൻ കണ്ടു. പിന്നെ എൻ്റെ ആ ഭാരം അങ്ങ് മാറി. ഞാൻ അനുഭവിച്ച ആ സ്റ്റൊമക്കിൻ്റെ ഡിസ്കംഫോർട്ട് അങ്ങ് മാറി. പിന്നീട് ഇതിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ ആ സംഗതി അവിടെ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വലിയ സാക്ഷ്യമായി ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ആ സഹോദരി തന്നെ. എനിക്ക് പക്ഷേ യാതൊരു കോണ്ടാക്റ്റുമില്ല. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇതുവരെയും ആ നാളുകൾക്ക് ശേഷം ഞാനത് ഓർത്ത് പറയാനോ എടുക്കാനോ ഒരിക്കലും അവസരം ഉണ്ടായിട്ടില്ല. പ്രാർത്ഥിക്കുക. ഗോഡ് ക്യാൻ ഡു ഗ്രേറ്റ് തിങ്സ്. രോഗസൗഖ്യം മാത്രമല്ല, ദൈവാത്മാവ് ഒരു പദം തന്നു, സൂപ്പർ നാച്ചുറൽ എക്സ്ചേഞ്ച്, മേജർ എക്സ്ചേഞ്ച്. മേജർ എക്സ്ചേഞ്ച് തുടക്കത്തിലേ നോക്കണം. ഒരു കാര്യത്തിൽ മാത്രമല്ല ദൈവത്തിന് താല്പര്യം, ഒരു സിംഗിൾ ഇഷ്യൂസിൽ മാത്രമല്ല, ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പിലും എല്ലാ വഴിയിലും ദൈവ പൈതലെ എല്ലാ വഴിയിലും അവന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ദൈവമേ, ആ സാക്ഷ്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കപ്പെട്ടല്ലോ. നിന്റെ കരത്തിന്റെ വലിപ്പം തന്നെ ജനം അനുഭവിക്കട്ടെ. ഇവിടെ മേജർ ആൻഡ് സൂപ്പർ നാച്ചുറൽ എക്സ്ചേഞ്ചുകൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, സകല നാമത്തിനും മേലായ യേശുവിൻ നാമത്തിൽ അത് പൂർണ്ണമാകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പരിശുദ്ധനെ നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഈ ഹാളിൽ ആയിരിക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഓരോരുത്തരെയായിട്ട് ഏൽപ്പിക്കുന്നു. അവരുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുന്നു, ഭാരങ്ങൾ ഏൽപ്പിക്കുന്നു, ആവലാതി ഏൽപ്പിക്കുന്നു, അവരുടെ ക്രിസ്തീയ ജീവിതം ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ മഹത്തരമായ പ്രവൃത്തി, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഓൺലൈനിൽ ഗൗരവമായി ഈ ആലോചനകൾ കേട്ട് പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന മക്കൾ, ദൈവപ്രവൃത്തി നടക്കട്ടെ, ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ഹല്ലേലൂയ, ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യെസ്. നിന്റെ മഹത്വത്തോടുന്ന് വെളിപ്പെടുത്തിയിരിക്കയാൽ സ്തോത്രം. നിന്റെ കൃപ വ്യാപരിപ്പിച്ചിരിക്കയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.